നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. ഒരു തുണ്ട് ഭൂമിയിൽ ഒരു കുഞ്ഞു വീട് എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലെ. ഇന്നും അതിന് സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ മെല്ലെ മെല്ലെയെങ്കിലും ഒരു വീട് പണിഞ്ഞെടുക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ആ ഭൂമി പോലും സ്വന്തമാക്കാൻ പറ്റാത്തവരാണ്. ഇങ്ങനെ കുറച്ച് ഭൂമി നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ നമുക്ക് സാധിക്കും? ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഞാൻ വളരെ ഡെപ്ത് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ റിയൽ എസ്റ്റേറ്റിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. കേരളത്തിൽ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോർമലി വിപണിയുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കറന്റ് മാർക്കറ്റ് സെനാരിയോ. കേരളത്തിൽ സ്ഥലം വാങ്ങിക്കുന്നത് ബെനിഫിറ്റ് ആണോ? കേരളത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണോ? അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, NHന്റെ വികസനം നമ്മുടെ സ്ഥലത്തിന്റെയൊക്കെ വിലയെ എങ്ങനെ ബാധിക്കും? എല്ലാവരും റിമോട്ട് ഏരിയയിൽ തന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. നഗരങ്ങളിൽ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നഗരങ്ങളിലുള്ളവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ NH66ന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ NH66 കടന്നു പോകുന്ന ഒരു സൈഡിൽ സ്ഥലത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വില കുതിക്കുകയുണ്ടായി. അത്രയും വലിയ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് കുറച്ചുള്ളിലൊക്കെ ആയിട്ട് 1-2 കിലോമീറ്ററിന് ഇടയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്ഥലം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോഴും കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഇനി ഭാവിയിൽ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ, സ്ഥലം കുറച്ചെങ്കിലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് വിലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ റൂറൽ ഏരിയയിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലും സ്ഥലത്തിന് എത്രത്തോളം മാറ്റമുണ്ട്. നഗരങ്ങളിൽ നല്ലോണം കൂടുന്നുണ്ട്, ഗ്രാമങ്ങളിൽ മാറ്റമില്ല. പക്ഷെ ഞാൻ എൻ്റെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എൻ്റെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ ഉള്ള സ്ഥലത്തിന്റെ വിലയില്ലേ, അത് ഭയങ്കര വിലയാണ്. ആ വിലയുടെ അത്രക്ക് തന്നെയാണ് ടൗണിന് അടുത്തുള്ളത് സ്ഥലത്തിന്റെ വില. ടൗണിന്റെ തൊട്ടടുത്ത്, ടൗണിൽ എന്ന് പറയുന്നത് ടൗണുമായിട്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഗ്യാപ്പിലൊക്കെ ഉള്ള സ്ഥലത്തിന് അത്ര വില മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ള അതേ വില. അപ്പോൾ ഞാൻ ശരിക്കും ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ സ്ഥലം എടുക്കുന്നതിന് മുമ്പ്. അതേപോലെ NRI ട്രെൻഡ്സ്, പ്രവാസികളുടെ നിക്ഷേപം ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലത്തിന്റെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിപണിയിലെ ഏകദേശം ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു ലാൻഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ലാൻഡ് കണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് അതന്നെ ചെയ്യാം. ബട്ട് നിങ്ങൾ എല്ലാ രീതിയിലും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ അത്, അതേപോലെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് വരാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നിലവിലുള്ള നിങ്ങളുടെ ഫാമിലി ഇവിടെയാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ലാൻഡ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതെവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ എൻ്റെ നാട്ടിൽ വീട് പണിഞ്ഞ സമയത്ത് എനിക്ക് സുഖമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചി തന്നെ എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ലാൻഡ് വാങ്ങിച്ചിട്ട് വീട് പണിയാമായിരുന്നു. പക്ഷെ ഇന്നത് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൊച്ചിയിൽ എവിടെയെങ്കിലും പറവൂർ സൈഡൊക്കെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് എൻ്റെ നാട്ടിൽ തന്നെ വേണം എന്നൊരു ആഗ്രഹം കൊണ്ട് നാട്ടിൽ പണിഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ IT പ്രൊഫഷണൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിളും എൻ്റെ കമ്മ്യൂണിറ്റിയും ഞാനുമായിട്ട് ബന്ധമുള്ള എല്ലാ ആൾക്കാരും ഉള്ളത് കൊച്ചിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ബന്ധമുള്ള ആൾ ഒരു നാട്ടിൽ വീട് കിട്ടുമ്പോൾ ഇവിടെ ഒരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളിവിടെ സാധാരണ ആ പഴയ നമ്മുടെ ഫാമിലിക്ക് ഇവിടെ എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ. നമുക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല, പുതിയൊരു കാര്യം നമുക്ക് കിട്ടില്ല, ഒരു പ്രോഗ്രാം വന്ന് നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇവിടുന്ന് ഒരു സാധാരണ ഒരു ടൗണിലേക്കൊക്കെ പോകുന്നില്ല. ആ ടൗണിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ 10-22 കിലോമീറ്റർ ദൂരം പോകണം. നല്ല ഒരുപാട് ഇപ്പൊ നൈറ്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഒന്നും പറ്റില്ല, ഒരു സംഭവം പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഏത് തരത്തിലുള്ള സ്ഥലമാണെന്ന് ശരിക്കും നമുക്ക് നല്ലത്? പുരയിടമാണോ, റെസിഡൻഷ്യൽ പ്ലോട്ടാണോ, അല്ലെങ്കിൽ നിലം, തോട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളാണോ? പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ചിന്തിക്കുന്നു ഒരു വലിയ ഒരു തോട്ടം വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു അഗ്രികൾച്ചർ, അവിടെ കുറച്ച് കൃഷി പരിപാടികളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീടും പണിഞ്ഞിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കാം. അതായത് ഈ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അതായത് ബിസിനസ്സോ മറ്റുള്ള കാര്യമൊന്നും ചിന്തിക്കണം. കുറച്ച് ലാൻഡ് വാങ്ങിച്ചിട്ട്, പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കുറെ കൃഷിയൊക്കെ ആയിട്ട് കുറച്ച് തെങ്ങും കവുങ്ങും അതേപോലെ തന്നെ കുറച്ച് റബ്ബറും അല്ലെങ്കിൽ കുറച്ച് കുരുമുളകും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും കുറച്ച് 1-2 പശുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചാലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇന്നത്തെ ഒരുപാട് IT പ്രൊഫഷണൽസും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പ്രൊഫഷണൽസും ഈ പറഞ്ഞ പരിപാടികളൊക്കെ നിർത്തിയിട്ട്, ജോബൊക്കെ നിർത്തിയിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ചിലർ ചിന്തിക്കും. അതേപോലെ തന്നെ പുരയിടം, വീട് മാത്രം ഇപ്പൊ പണിഞ്ഞാൽ മതി, വീട് വെക്കാനുള്ള ചെറിയൊരു ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ പെട്ടെന്ന് വീട് പണിയാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? ലോണൊക്കെ കിട്ടും ബാങ്കിൽ നിന്ന്. ഈ പറഞ്ഞ ലാൻഡ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ലോൺ കിട്ടില്ല, ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പൊ തന്നെ വീട് പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പല ബാങ്കുകളും ലോൺ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പകുതി, വീട് പണിയാൻ പകുതി എന്ന രീതിയിൽ എനിക്ക് സ്ഥലം വാങ്ങിച്ച് വീട് കിട്ടുന്ന രീതിയിലുള്ള ലോണാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാങ്കുകളും സ്ഥലം ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പോൾ സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടുന്ന രീതിയാണ്, അങ്ങനെയുള്ള ലോൺ മാത്രമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതാണ് നല്ല ഡിമാൻഡ് ഇപ്പൊ നിലവിൽ ഉള്ളത്. ഇനി രേഖകൾ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഇപ്പൊ ഞാൻ ഒരു ടൗണിലാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഞാൻ വീട് പണിയാൻ പോകുന്നത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും കുറച്ച് ലാൻഡ് ഉണ്ട്, കുറച്ച് ഒരു 5 കിലോമീറ്ററിന് ഉള്ളിൽ. അപ്പൊ അവിടെ ഒരു ചെറിയ ലാൻഡ് കിട്ടി, നിങ്ങൾ ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ടൈറ്റിൽ ഡീഡാണ്, ആധാരം. മുൻ ആധാരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 30 ഇയേഴ്സിന്റെ ആധാരമെങ്കിലും നിങ്ങൾ പരിശോധിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഈസി കിട്ടും. ഈസി ഒരു 500 റുപ്പീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചാർജ് അടക്കം സംതിങ് 550 അല്ലെങ്കിൽ 500 സംതിങ് വരും. എമൗണ്ട് അടക്കം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓർ നിങ്ങൾ ഈ ആധാരം എഴുത്ത് ചെറിയ ഓഫീസുകൾ ഉണ്ടാവും, അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരെന്നെ അപ്പം തന്നെ അപ്ലൈ ചെയ്ത് തരും. ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഈ 30 ഇയേഴ്സിന്റെ ഈ പറഞ്ഞ ഈസി കിട്ടും. ഈസിക്കകത്തുനിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്തെങ്കിലും ബാധ്യതയുണ്ടോ, മെയിനായിട്ട് ബാധ്യതകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്തൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ആർക്കൊക്കെയാണ് സ്ഥലം ഇതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്, എവിടെ നിന്ന് എങ്ങനെ സ്ഥലം വന്നത്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈസിയിൽ നിന്ന് കിട്ടും. ഈസി ആദ്യം എടുക്കണം, ആധാരം ആദ്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് ഈസി നോക്കണം. പിന്നെ അതുപോലെ ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള സ്കെച്ച്, പ്രോപ്പർ സ്കെച്ച് വില്ലേജ് ഓഫീസറിനെ കൊണ്ട് ചെയ്ത് വാങ്ങിക്കണം. ആ സ്കെച്ച് ഇത് അളക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം, ലാൻഡ് ഒക്കെ കറക്റ്റ് ആണോ ഉള്ളത്. പണ്ടൊക്കെ റോഡൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും, അപ്പൊ ആ റോഡൊക്കെ കൂട്ടിയിട്ടായിരിക്കും ഈ ആധാരത്തിൽ ഉണ്ടാവുക. പലപ്പോഴും റോഡ് ഉണ്ടാവില്ല, നമുക്ക് ആക്ച്വലി കിട്ടുന്ന ലാൻഡ് വളരെയധികം കുറവായിരിക്കും. ഇപ്പൊ സെന്റ് കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് സാമ്പത്തിക വശത്തെ കുറിച്ചാണ്, ഫൈനാൻഷ്യൽ അനാലിസിസ്. ഇവിടെ 10% നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് എപ്പോഴും ഓർക്കുക. മനസ്സിലായില്ലേ? 10%. അതായത് നമ്മളിപ്പോ ഒരു 30 ലക്ഷത്തിന്റെ ഒരു ലാൻഡ് നമ്മൾ എഗ്രിമെന്റ് ആക്കി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് 10% നമുക്ക് ചാർജ് വരും. പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ടും കൂടിയിട്ടാണ് 10% വരിക. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും അപ്രിസിയേഷൻ ഉണ്ടോ, നമ്മൾ ഇപ്പൊ സ്ഥലം വാങ്ങിച്ചിട്ട് വിൽക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം സ്ഥലം വാങ്ങിക്കാൻ. വലിയ റേറ്റിൽ നല്ല ബാർഗിൻ ചെയ്തിട്ട് അടുത്തുള്ള ലാൻഡൊക്കെ എത്ര പൈസക്ക് വാങ്ങിച്ച് ആ രീതിയിൽ വേണം നമ്മൾ ലാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതർവൈസ് പോയിട്ട് വാങ്ങിക്കരുത്. ഇനി നിങ്ങൾ അവിടെ ഒരിക്കലും വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വീടൊക്കെ പണിഞ്ഞ് ലോങ് ടേം എന്നുള്ള ഒരു ഡിസിഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സ്ഥലം മോഹവിലക്കൊക്കെ വാങ്ങിക്കാറ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചായിട്ട് നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്, ഇത് അന്ന് മോഹവിലക്കാണ് വാങ്ങിച്ചത്. ഇന്നിപ്പോ നല്ല വിലയുണ്ട്, അന്ന് മോഹവിലക്കാണ് വാങ്ങിച്ചത്. അന്ന് ആ ഒരു റേറ്റിൽ ആ സ്ഥലം ആരും വാങ്ങിക്കില്ല, കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നാണ് അതിന്റെ ഓണർ പറഞ്ഞത്. അപ്പൊ ആള് കൊടുക്കുന്നില്ല സ്ഥലം. അങ്ങനെ ആളോട് ഇത്ര തരം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി പറഞ്ഞിട്ട് ഏകദേശം എനിക്ക് ഐ തിങ്ക് ഒരു നല്ലൊരു എമൗണ്ട് കൂടുതൽ കൊടുത്തിട്ടാണ് ആ ഒരു ലാൻഡ് ഞാൻ സ്വന്തമാക്കിയത്. പിന്നെ അതിന് വാല്യൂ ഉണ്ട്. എനിക്ക് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ കുറെ കാലം അവിടെ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ലാൻഡ്. അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇനി മാറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മോഹവിലയൊന്നും കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കരുത്. നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരുപാട് സ്ഥലക്കച്ചവടക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇവരോടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ കുറച്ച് വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ് റേറ്റ് എത്ര എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് എടുത്ത് ചാടരുത്. കുറേ നാൾ, 1 മാസമോ 2 മാസമോ 3 മാസം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. ഇതേ റേറ്റ് പല ആംഗിളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ നോക്കി കൃത്യമായിട്ട് അനാലിസ് ചെയ്ത് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്നതിനേക്കാൾ തൊട്ടടുത്ത്, ടൗണിന്റെ തൊട്ടടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതേ റേറ്റിൽ തന്നെ സ്ഥലം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ നോർമലി ഉള്ള ഇങ്ങനെ വാങ്ങിച്ച് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ നോർമലി ഒരു സ്ഥലത്തിന്റെ ഒരു വാർഷിക ഗ്രോത്ത്, ഒരു ആനുവലി ഉള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു 8 to 12% ആണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്ഥലത്തിന് വില കുറവാണ്, മീൻസ് എല്ലാ ആൾക്കാരും വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുക, ആരും ഇവിടെ താല്പര്യമില്ല. ഇനി കുറെ കാലം കഴിഞ്ഞ് വിദേശത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരായി കഴിഞ്ഞ് ഇങ്ങനെ തിക്കും തിരക്കും, നമ്മുടെ ധാരാവിക്ക് കണ്ടില്ല, ഇതുപോലെ നമുക്ക് ഓരോ രാജ്യങ്ങളാവും, ഭയങ്കര തിരക്കാവും, എല്ലാവരും ലോകത്ത് നിന്ന് വന്നിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും കുറച്ച് കാശൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു കാമാൻക്വായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ ജീവിക്കണം എന്ന് വെച്ച് പലരും തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഡിമാൻഡ് കൂടും. ഇപ്പൊ ഡിമാൻഡ് കുറവാണ്, അതുകൊണ്ട് നല്ല സമയമാണ് നമുക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റിയത്. സോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട് ഇതൊരു 5 വർഷത്തിന് മുകളിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഒരു സുരക്ഷിതമായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ചെലവ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് ഇന്ന്. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി സർക്കാരിന്റെ സഹായങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സർക്കാരിന് മെയിൻ ആയിട്ട് ഹോം ആൻഡ് ഫ്ലോട്ട് ലോൺ സ്കീമുകളുണ്ട്. നോർമലി ഒരു 70-80% ഒക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 50% എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 50%, ചിലർ കൂടുതൽ കിട്ടുന്നുണ്ട്. അതേപോലെ ഭവനം ഇല്ലാത്തവർക്കായിട്ട് സർക്കാരിന്റെ പദ്ധതിയുണ്ട്, ലൈഫ് മിഷൻ. എല്ലാവർക്കും അറിയുന്നതാണ് ലൈഫ് മിഷൻ. ഓൺലൈനിലൂടെയാണ് അപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അക്ഷയ സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്ഥലം വാങ്ങിക്കാൻ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിന്റെയും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാൻഡ് പർച്ചേസിനുള്ള ലോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അഗ്രികൾച്ചർ ലാൻഡാണ് നിങ്ങൾ ചെയ്യുന്നത്. നബാർഡിന്റെ പ്രത്യേക സ്കീമുണ്ട്, അതിനൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം എന്തായാലും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ
അതേപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവുകൾ കാര്യങ്ങളൊക്കെ കിട്ടും ഹോം ലോൺ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും. സോ ഭൂമി വാങ്ങിക്കുന്നത് ഒരു വികാരമല്ല, അതൊരു കണക്കുകൂട്ടൽ, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യണം. നമുക്കൊന്നെങ്കിൽ ലക്ഷ്യമുണ്ട് വീട്, അല്ലെങ്കിൽ നമുക്കൊരു കൃഷി, അങ്ങനെ നമ്മുടെ ഒരു കണക്ക് കൂട്ടലിന്റെ പുറത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഭൂമി വാങ്ങിക്കാൻ സാധിക്കട്ടെ. ആ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം, ആ ഒരു സന്തോഷം, അത് വേറെ തന്നെയാണ്. അതെല്ലാവരും അനുഭവിച്ചു തന്നെ അറിയണം. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ വീട് നിങ്ങൾക്ക് പണിയാൻ പറ്റിയില്ലേ, അല്ലെങ്കിൽ ഇതുവരെ ഒരു തുണ്ട് ഭൂമി പോലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതിന്റെ ഒരുപാട് സ്കീമുകളുണ്ട്. അത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ കണ്ട ആൾക്കാരോട് ഒന്നുകൂടി നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.